ഹായ് എവ്രിവൺ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ശ്രീ മൈഥിലി ശരൺ ഗുപ്തിൻ്റെ മാതൃഭൂമി എന്ന കവിതയാണ്. മാതൃഭൂമി. നീലാംബർ പരിധാൻ ഹരിത തട്ട് പർ സുന്ദർ ഹെ. അതായത് ആകാശമാകുന്ന നീലവസ്ത്രം ഈ പച്ചപ്പ് നിറഞ്ഞ ഭൂമിയിൽ വളരെ സുന്ദരമാണ്. നീലാംബർ എന്ന് വെച്ചാൽ നീലാകാശം, പരിധാൻ എന്ന് പറഞ്ഞാൽ വസ്ത്ര, തട്ട് എന്ന് പറഞ്ഞാൽ തീരം. സൂര്യ ചന്ദ്ര യുഗ് മുകുട്ട് മേഖല രത്നാകർ ഹെ. സൂര്യനും ചന്ദ്രനും ഭൂമിയുടെ കിരീടങ്ങളാണ്. മേഖല രത്നാകർ ഹെ. മേഖല എന്ന് വെച്ചാൽ അരണ്യാണം, രത്നാകർ എന്ന് വെച്ചാൽ സമുദ്രം. സമുദ്രം ഭൂമിയുടെ അരണ്യാണമാണ്. നദിയാ പ്രേം പ്രവാഹ് ഫൂൽ താരെ മണ്ഡൻ ഹെ. അതായത് നദികൾ ഭൂമിയുടെ പ്രേമ പ്രവാഹങ്ങളാണ്. പൂക്കളും നക്ഷത്രങ്ങളും ഭൂമിയുടെ ആഭൂഷണവും. മണ്ഡൻ എന്ന് വെച്ചാൽ ആഭൂഷണം. ബന്ദിജൻ ഖഗ് വൃന്ദ ശേഷ്വൻ സിംഹാസൻ ഹെ. പക്ഷിഗണങ്ങൾ ഭൂമിയെ സ്തുതിച്ചുകൊണ്ട് പാട്ടുകൾ പാടുന്നു. നാഗഫണം ഭൂമിയുടെ സിംഹാസനമാണ്. ബന്ദിജൻ എന്ന് പറഞ്ഞാൽ സ്തുതി പാടുന്നവർ. ഖഗ് വൃന്ദ് എന്ന് വെച്ചാൽ പക്ഷി കൂട്ടം. ശേഷ്വൺ നാഗഫണം എന്നാണ് അർത്ഥം വരുന്നത്. കർത്തെ അഭിഷേക് പയോദ് ഹെ ബലിഹാരി ഇസ് വേഷ് കി. പയോദ് എന്ന് വെച്ചാൽ മേഘം, ബലിഹാരി എന്ന് വെച്ചാൽ ത്യാഗം ചെയ്യുക. അതായത് ഭൂമിയുടെ അഭിഷേകം ചെയ്യുന്നതിലൂടെ മേഘങ്ങൾ സ്വയം ത്യാഗം ചെയ്യുകയാണ്. ഹേ മാതൃഭൂമി തു സത്യ ഹി സഗുൺ മൂർത്തി സർവേഷ് കി. ഹേ മാതൃഭൂമി, നീ ശരിക്കും ഈശ്വരന്റെ സഗുണ മൂർത്തിയാണ്. ജിസ്കെ രജ് മേ ലോട്ട് ലോട്ട് കർ ബഡേ ഹുവേ ഹെ. ഏത് പൊടിയിലാണോ ഉരുണ്ടുരുണ്ട് ഞങ്ങൾ വലുതായത്. രജ് എന്ന് വെച്ചാൽ പൊടി, മണ്ണ് എന്നൊക്കെയുള്ള മീനിങ് ആണ്. ലോട്ട്ന എന്ന് വെച്ചാൽ ഉരുളുക. ഗുട്നോ കെ ബൽ സറക് സറക് കർ ഖടേ ഹുവേ ഹെ. കാൽമുട്ടിന്റെ ബലത്തിൽ നിരങ്ങി നിരങ്ങി നിൽക്കാൻ കഴിഞ്ഞത്. സറക്ന എന്ന് വെച്ചാൽ നിരങ്ങുക, ഗുട്ന മുട്ടുകാൽ. പരമഹംസ സം ബാല്യകാൽ മേ സബ് സുഖ് പായേ. പരമഹംസനെ പോലെ ബാല്യകാലത്തിൽ എല്ലാ സുഖങ്ങളും നേടി അല്ലെങ്കിൽ ലഭിച്ചു. ജിസ്കെ കാരൺ ധൂൽ ഭരെ ഹീരെ കെഹലായേ. അതിനാൽ തന്നെ പൊടി നിറഞ്ഞ വജ്രം എന്ന് അറിയപ്പെട്ടു. ഹം ഖേലെ കൂതേ ഹർഷ്യുദ്ധ ജിസ്കി പ്യാരി ഗോദ് മേ. നാം കളിച്ചുല്ലസിച്ച് രസിച്ചത് ആരുടെ മടിത്തട്ടിലാണോ. ഹേ മാതൃഭൂമി തുജ്കോ നിരഗ് മഗ്ന ക്യൂ ന ഹോ മോദ് മേ. ഹേ മാതൃഭൂമി, നിന്നെ കാണുമ്പോൾ എന്തുകൊണ്ട് സന്തോഷത്തിൽ മുഴുകിക്കൂടാ. അപ്പം ഹീരെ എന്ന് പറഞ്ഞാൽ വജ്രം, ഹർഷ്യുദ്ധ എന്ന് പറഞ്ഞാൽ സന്തോഷം, ഗോദ് എന്ന് പറഞ്ഞാൽ മടിത്തട്ട്, ലാപ്പ്. അതുപോലെ തന്നെ നിരഖ് എന്ന് പറഞ്ഞാൽ കാണുക, മഗ്ന മുഴുകുക, മോദ് സന്തോഷം. പാക്കർ തുജ്സെ സബി സുഖോ കോ ഹംനെ ഭോഗ. നിന്നിൽ നിന്നും ലഭിച്ച എല്ലാ സുഖങ്ങളും അല്ലെങ്കിൽ സന്തോഷങ്ങളും ഞങ്ങൾ അനുഭവിച്ചു. ഭോഗ്ന എന്ന് പറഞ്ഞാൽ അനുഭവിക്കുക. തേരാ പ്രത്യുപകാർ കഭി ക്യാ ഹംസെ ഹോഗ. ഇതിനെല്ലാമുള്ള പ്രത്യുപകാരം നിനക്ക് വേണ്ടി ഞങ്ങൾക്ക് എന്നെങ്കിലും ചെയ്യാൻ കഴിയുമോ. തേരി ഹി യഹ് ദേഹ് തുജി സെ ബനി ഹുയി ഹെ. ഈ ശരീരം നിന്റെ തന്നെയാണ്, നിന്നിൽ നിന്നും തന്നെ നിർമ്മിക്കപ്പെട്ടതാണ്. ബസ് തേരെ ഹി സുരസ് സാർ സെ സനി ഹുയി ഹെ. സുരസ് സാർ എന്ന് വെച്ചാൽ എസെൻസ് എന്നുള്ള മീനിങ് ആണ്. സനി എന്ന് വെച്ചാൽ നനഞ്ഞ. അപ്പം അതിൻ്റെ മീനിങ് എന്താണ് വരുന്നത്?
ഈ ദേഹം നിന്റെ രസത്താൽ നനയ്ക്കപ്പെട്ടതാണ്, നിന്റെ എസെൻസാൽ നനയ്ക്കപ്പെട്ടതാണ്. फिर अंत समय तू ही इसे अचल देख अपनाएगी, हे मातृभूमि यह अंत में तुझमें ही मिल जाएगी. പിന്നീട് അന്ത്യസമയത്ത് നിശ്ചലരായ അവരെ നീ തന്നെ സ്വന്തമാക്കും. ഹേ മാതൃഭൂമി, അവസാനം അവരെല്ലാം നിന്നിൽ തന്നെ ലയിച്ചു ചേരും. അപ്പോൾ ഇതിൽ വന്നിട്ട് അച്ചൽ എന്ന് പറഞ്ഞാൽ നിശ്ചലം, അപ്നാന സ്വന്തമാക്കുക, മിൽജാന ലയിച്ചു ചേരുക, ലയിക്കുക എന്നുള്ള മീനിങ് ആണ് വരുന്നത്. അപ്പോൾ കവി ഇതിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ, നാം നേടിയതെല്ലാം ഈ ഭൂമി നമുക്ക് വേണ്ടി നൽകിയതാണെന്നുള്ള വസ്തുത മനസ്സിലാക്കി ഈ ഭൂമിയെ നമ്മൾ സ്നേഹിക്കണം, മാതൃഭൂമിയെ നമ്മൾ സ്നേഹിക്കണം. അവസാനം എല്ലാവരും മരണത്തോടെ ഈ ഭൂമിയിൽ തന്നെ അലിഞ്ഞ് ചേരാനുള്ളവരാണ് എന്ന ഉത്തമ ബോധത്തോടു കൂടി വേണം ഓരോ വ്യക്തിയും ജീവിക്കാൻ. ഓരോ വ്യക്തിയിലും ദേശസ്നേഹം ഉണ്ടാവുക എന്നത് അനിവാര്യമായിട്ടുള്ള കാര്യമാണ്.